അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്ലാനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 പ്ലാനിങ്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ അകത്തുള്ള ഒരു 2 ഡെഫിനേഷൻ അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ബൈ ഹാർട്ട് പഠിക്കുക, കാണാപ്പാഠം പഠിക്കുക. അതിലാദ്യത്തത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു ടൂറ് പോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മാർക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ അത് അവരുടെ ഒരു വർക്ക് അതാരാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് അത് ചെയ്യേണ്ടത്, അത് ആരാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെ ആ ഒരു പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനെയാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, ആ ഒരു വാക്ക് പ്ലാനിങ് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരിക്കണം. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കുക. അത് എന്തൊക്കെയായിരിക്കാം, എന്ത് ജോലി ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കാം, ആരാ ചെയ്യേണ്ടത്, ആരാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്തു തീർക്കേണ്ടത് എന്ന് വേണ്ട അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം കാര്യങ്ങളെയും മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കുക. ഇനി നമുക്ക് ഡെഫിനേഷനിലോട്ട് പോവാം. ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു ഡെഫിനേഷനാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഡെഫിനേഷനാണ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് മുൻകൂട്ടി തീരുമാനിക്കേണ്ടത്? വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് അവിടെ മുൻകൂട്ടി തീരുമാനിക്കുന്നത്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, അടുത്ത മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ പ്ലാനിങ്ങിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഈ 6 മാസം, വരുന്ന 6 മാസം, അല്ലെങ്കിൽ വരുന്ന 1 വർഷം, അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ച, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത 3 മാസത്തേക്ക്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു സെലക്ഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. പോളിസീസ്, നമ്മുടെ അടുത്ത 6 മാസം നമ്മുടെ പോളിസി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ജോലി ചെയ്തു തീർക്കുന്നതിനായിട്ട് നമ്മുടെ പോളിസി എന്താണ്. നമ്മൾ ഇപ്പോൾ ഒരു ആൾക്കാരെ ജോലിക്ക് എടുക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുക. ജോലിക്ക് ഇപ്പം ഈ പറഞ്ഞേക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, വുമൺ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് കൂടുതൽ ജോലി കൊടുക്കുക. അങ്ങനെ പല മേഖലകളിലും പോളിസികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പോളിസി എന്നുള്ള കാര്യം മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുക. പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇനി ചെയ്യേണ്ടത്, വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്, സ്റ്റെപ്പ് 1 എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 2 എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 3, അങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടിനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓരോ സ്റ്റെപ്പുകളുടെ സ്റ്റെപ്പ് 1 എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 2 എന്താണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് അങ്ങനെ ഒരു പ്രൊസീജിയർ തയ്യാറാക്കുക, പ്രോഗ്രാം തയ്യാറാക്കുക. അപ്പം ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യണം, പോളിസി സെലക്ട് ചെയ്യണം, പ്രൊസീജിയർ സെലക്ട് ചെയ്യണം, പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യണം. ഇനി അടുത്തതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ്. അപ്പം ഇതിനെല്ലാം പല ചോയ്സുകളുണ്ട്, ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിനകത്ത് പല ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വഴികളുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കണ്ടെത്തുക. ഒത്തിരി പോളിസികളുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട പോളിസികളെ സെലക്ട് ചെയ്യുക. ഒത്തിരി പ്രൊസീജിയറുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട പ്രൊസീജിയറിനെ കണ്ടെത്തുക. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട പ്രോഗ്രാമിനെ കണ്ടെത്തുക. അപ്പോൾ പല വഴികളിനകത്തുനിന്ന്, പല ഓൾട്ടർനേറ്റീവിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവിനെയും പോളിസീനെയും പ്രൊസീജിയറിനെയും പ്രോഗ്രാമിനെയും എല്ലാം മുൻകൂട്ടി തന്നെ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് മുൻകൂട്ടി തന്നെ തീരുമാനിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാം ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ്. പല വഴികളിൻ്റെ അകത്തുനിന്ന്, പല ഓൾട്ടർനേറ്റീവിൻ്റെ അകത്തുനിന്നാണ് നമ്മളിത് തിരഞ്ഞെടുക്കുന്നത്. ഒരു സെലക്ഷനാണ് അവിടെ നടക്കുന്നത്. ഒരുപാട് പോളിസികളും പ്ലാനുകളും ഒബ്ജക്റ്റീവും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള
ഒബ്ജക്റ്റീവിനെയും പോളിസീനെയും പ്രൊസീജിയർ ആൻഡ് പ്രോഗ്രാമിനെയും നമ്മളവിടെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ഡെഫിനേഷൻ. രണ്ടാമത്തെ ഡെഫിനേഷനിലോട്ട് പോകാം നമുക്ക്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. മുമ്പേ പറഞ്ഞ ആ ഒരു വാചകം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ മുൻകൂട്ടി തന്നെ തീരുമാനിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുക. ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. വെൻ ടു ഡു ഇറ്റ്, എപ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്, ആരാണ് അത് ചെയ്യേണ്ടത്, ആ ജോലി ആരാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാനിങ് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. നമ്മുടെ ലൈഫിലും പ്ലാനിങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതിനേക്കാളും ഉപരിയായിട്ട് ഇവിടെ പറയുമ്പോൾ വാട്ട് ടു ഡു, നമ്മുടെ ഓർഗനൈസേഷനിൽ അടുത്ത മുന്നോട്ടുള്ള കാലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുക. ഹൗ ടു ഡു, ആ ചെയ്യുന്ന ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. വെൻ ടു ഡു, എപ്പോഴാണ് അത് ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളിൽ അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്, ആരാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ഇനി അടുത്തായിട്ട് അവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് അത് പറഞ്ഞിട്ടിരിക്കുന്നത്. പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വെയർ വി ആർ ടു വെയർ വി വാണ്ട് ടു ഗോ. അപ്പം അവിടെ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പാലം. അപ്പം പ്ലാനിങ് ഒരു പാലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണത്തെ കണക്ട് ചെയ്യുക, രണ്ട് കരകളെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ഈ പാലം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഏതൊക്കെയാണ്, ദ ഗ്യാപ്പ് ഫ്രം വെയർ വി ആർ, നമ്മളെവിടെയാണ് നിൽക്കുന്നത് അതിനെയും വെയർ വി വാണ്ട് ടു ഗോ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അതിനെ രണ്ടെണ്ണത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോഴേത് സ്ഥിതിയിൽ നിൽക്കുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ എത്ര ദൂരം പോകാനുണ്ട്, ആ ഒരു ഗ്യാപ്പിനെ ഇല്ലാതാക്കിയാണ് പ്ലാനിങ് വഴി ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ ഈ വർഷം 1 കോടി രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത്, അടുത്ത വർഷത്തേക്ക് നമുക്ക് 2 കോടി ആക്കണം പ്രോഫിറ്റ്. അപ്പോൾ അത് തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ ഇല്ലാതാക്കി ആ 2 കോടിയിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാർട്ട്, അതിൻ്റെ തുടക്കം എന്ന് നമുക്ക് പ്ലാനിങ്ങിനെ വിളിക്കാം. അപ്പോൾ അതിനകത്ത് ആ 2 കോടിയിലോട്ട് എത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം, പോളിസികൾ സെറ്റ് ചെയ്യണം, പ്രൊസീജിയർ പ്രോഗ്രാമുകൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് 1 കോടിയിൽ നിന്നും 2 കോടിയിലോട്ട് നമ്മുടെ കമ്പനി പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പം നമ്മളിപ്പോൾ വെയർ വി ആർ, ഇപ്പം നമ്മളെവിടെയാണ്, നമ്മുടെ കമ്പനി 1 കോടിയിലാണ് നിൽക്കുന്നത്. വെയർ വി വാണ്ട് ടു ഗോ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, 2 കോടി രൂപ എന്ന് പറഞ്ഞ പ്രോഫിറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അത് തമ്മിലൊരു ഗ്യാപ്പ് നിൽക്കുകയാണ്. ആ ഗ്യാപ്പിനെ ഇല്ലാതാക്കുന്ന ഏത് വഴിയായിട്ടാണ്, ഈ പ്ലാനിങ് വഴിയായിട്ടാണ് നമ്മളതിനെ ഇല്ലാതാക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കുക, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ആ ലക്ഷ്യങ്ങളിലോട്ട് എത്തിച്ചേരാനായിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക. ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക. ചില ഇവിടെ കണ്ടിട്ടുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളെ ഡ്രീം എന്നല്ല വിളിക്കേണ്ടത്, അതിനെ പ്ലാൻ എന്നാണ് വിളിക്കേണ്ടത്. അപ്പം ഡ്രീം ആണെങ്കിൽ നമ്മളതിങ്ങനെ അത് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പ്ലാൻ എന്നാക്കി ആ ഡ്രീമിനെ പ്ലാനാക്കി മാറ്റുവാണെങ്കിൽ അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറേ ലക്ഷ്യങ്ങളുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിനെ പ്ലാനാക്കി മാറ്റുമ്പോഴാണ് ആ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് മേക്സ് പോസിബിൾ ഫോർ തിങ്സ് ടു ഒക്കർ വിച്ച് കുഡ് നോട്ട് അതർവൈസ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ മുമ്പോട്ടുള്ള കാലങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കമ്പനി പ്രോഫിറ്റിലോട്ട് പോകുന്ന സമയത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെയെല്ലാം മുൻകൂട്ടി കണ്ട് നമുക്കതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. അതുവഴി അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതുവഴി സാധിക്കുന്നുണ്ട്. ആണ് 2 ഡെഫിനേഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരെണ്ണം പഠിക്കുക. അത് രണ്ടും ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു ഡെഫിനേഷൻ അതേപടി തന്നെ കാണാപ്പാഠം പഠിച്ചു വെക്കുക.